ഡിസ്കഷൻ എന്നും പറഞ്ഞ് പ്രൊഡ്യൂസർ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സാറിന്റെ വീടാന്ന് പോലൊരു പിടിയില്ല. ലൊക്കേഷൻ തന്നെയാണോ? ഹലോ, ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. ലൊക്കേഷൻ തന്നെയാണോ? ലൊക്കേഷൻ കറക്റ്റാ, ഇത് തന്നെയല്ലേ? മാവൊക്കെ ഉള്ളൊരു വീടല്ലേ? ഞാൻ കണ്ട് ഓക്കെ ആണോ? ഇതെവിടെയത്? സംസാരിച്ച് ഡിസ്കസ് ചെയ്താൽ പോരെ? ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വേണം, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നാണ് ഡിസ്കസ് ചെയ്യണത്. ആരുടെ വീടാണ്? ഇത് എങ്ങോട്ടേ അതോ ലോകോ? ബോംബെ തെരുവുകളാണോ? ബോംബെ തെരുവുകളാണോ? ഇടിക്കാനൊന്നുമല്ല. കൊള്ളാട്ടോ, കൊള്ളാം. ഹോട്ടൽ ബിസിനസ് നടത്തി പഴകിയ ആളെന്നതിൽ വളരെ കാണട്ടെ, എന്ന് കണ്ടിട്ട് പറയാം. ഇത് മറ്റേ ഫാനല്ലേ? ആ വൈ ദിസ് പ്ലേസ്? പിന്നെ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇരിക്കാം. നടക്കില്ല. സ്ഥലം ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ വീട്ടിൽ പറ്റിയല്ലേ ഡിസ്കഷൻ? ഇവന്റെ വീട്ടിൽ പറ്റിയല്ലേ, എന്റെ വീട്ടിൽ പറ്റിയല്ലേ, പിന്നെ എന്നെ കണ്ട തന്നെ ചെയ്യാം. ഇതാണ് സ്ക്രിപ്റ്റ്. എത്ര പേരുണ്ട്? 2 പേരുള്ളല്ലോ. പിന്നെ 2 മിനിറ്റ് ഷോർട്ട് ഫിലിമിന് 20 പേജ് എഴുതാൻ പറ്റും. ഇതൊക്കെ തികയോ? ഒരു പേജ് എന്ന് പറയുന്നത് 1 മിനിറ്റ് അക്കോർഡിംഗ് ടു ദ സ്ക്രൈറ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ക്രൈറ്റിന്റെ ഒരു പേജ് 1 മിനിറ്റ് എന്നുള്ളൊരു കണക്കാണ് സാധാരണ. സോഫ്റ്റ്വെയർ ആണ്, സ്ക്രൈറ്റ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് ഫുള്ള് 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് 250 പേര്. അങ്ങനെ പറയാൻ പറ്റൂല. 250 പേരല്ലോ, 120 മിനിമം. 2 മണിക്കൂറാണെങ്കിൽ 120 പേജ് എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അല്ല അങ്ങനെയല്ല, ഒരു ഇതല്ലേ. അതായത് ഇപ്പം പാട്ട് 5 മിനിറ്റ് പാട്ടൊക്കെ ചിലപ്പോൾ ഒരൊറ്റ പേജിൽ തീരും. അല്ലെങ്കിൽ പിന്നെ ഒരു ഫൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതും ഈ പറഞ്ഞ പോലെ തീരും. അപ്പം അത് ഇപ്പം മറ്റേ കൈദിയുടെ സ്ക്രിപ്റ്റ് ആണ്ട് 50 പേജ് എങ്ങാണ്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടെ. ആകെ 50 പേജ് ഉള്ളൂ മൊത്തത്തിൽ. അല്ല ആപ്ലിക്കേഷൻ സ്ക്രൈറ്റ് ആണ് ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറെ പരിപാടി ഉണ്ട് ഈ സ്ക്രൈറ്റില്. ചുമ്മാ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതുവാന്ന് നോക്കുന്നത്. അല്ലല്ല, ഇതിന് ഫോർമാറ്റ് ഉണ്ട്. ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേരൊക്കെ നമ്മൾ ആദ്യമേ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എത്ര ഡയലോഗ് ഉണ്ട് ഇയാൾക്ക്, ഇയാൾ ഏതൊക്കെ സമയത്താ വന്നേ, അതേ ടൈമിലാണ്, ഏത് സീനിൽ ഇയാളുണ്ട്, അങ്ങനെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഇന്ന ലൊക്കേഷനിൽ എത്ര സീൻ വന്നുണ്ട്, ഇന്ന ലൊക്കേഷൻ ഏതൊക്കെ ക്യാരക്ടർ വരുന്നുണ്ട്, ആ ക്യാരക്ടറിന് എന്തോരം ഡയലോഗ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞിട്ട് സ്ക്രൈറ്റിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എടുക്കാൻ പറ്റും. അവര് തന്നെ സോർട്ട് ചെയ്ത് തരും, നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിഞ്ഞാൽ മതിയല്ലോ. അല്ല, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ബുക്സ് അങ്ങനെയൊക്കെ റെഫർ ചെയ്യുമ്പോൾ സ്ക്രൈറ്റ് അതിന്റെ കൂട്ടത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി പല സിനിമകളുടെയും മറ്റേ സ്ക്രിപ്റ്റ് നമുക്ക് വേണം റെഫർ ചെയ്യാൻ, അത് തന്നെ നോക്കി എടുക്കാം. ഇപ്പൊ പെയ്ഡേ ഇതിപ്പോ കുറെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഫോർമാറ്റിൽ ആരും എഴുതുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതോ വളരെ കുറവാ, ആൾക്കാർ കുറവാ. ഇതിലേക്ക് നേരത്തെ വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പേജ് 2 ഡിവൈഡ് ചെയ്യും. ഇവിടെ എന്താണ് സാധനങ്ങൾ, ഇവിടെ ഡയലോഗ്. അതായത് പേജ് 2 മടക്കും. ലെഫ്റ്റ് സൈഡിന് ആക്ഷൻസ്, റൈറ്റ് സൈഡിന് ഡയലോഗ്, ഇങ്ങനെ എഴുതിക്കൊണ്ട് അതാണ് ബേസിക് ഫോർമാറ്റ്. പണ്ട് പോലെ ചെയ്തോണ്ട് ഇപ്പോഴും അത് ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇത്രയും സൗകര്യം വന്നിട്ട് ഇപ്പോഴും അത് തന്നെ വേണം ആവശ്യപ്പെടുക. എനിക്കിപ്പോഴും സംശയം 2 മിനിറ്റ് ഉണ്ട്, ഇത് പെട്ടെന്ന് തീർന്ന പോലെ വായിക്കുമ്പോഴത്തേക്ക്. ഇതിന്റെ എനിക്ക് 1 പേജിൽ തന്നെ 2 മിനിറ്റ് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോഴാണ് 1 മിനിറ്റിന്റെ ഇത് വെച്ചിട്ട് നമുക്കിതിൽ കുറെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. താങ്ക്സ് കാർഡ് ഒന്നും വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല.
അങ്ങനെ കുറെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. പിന്നെ തുടങ്ങി അല്ല ശരിക്കും പറഞ്ഞ ഷോർട്ട് ഫിലിം മീനിങ് തന്നെയാണ് വളരെ മിനിമൽ ആയിട്ട് കാര്യം അതാ ശരിക്കും അതാണ് ഷോർട്ട് ഫിലിം. അതായത് മിനിമൽ ടൈമിൽ നിങ്ങൾ ഒരു കാര്യം പറയാം, കൺവേ ചെയ്യുക. അതാണ് ശരി ഷോർട്ട് ഫിലിം. അതിന് സ്ക്രിപ്റ്റിൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ് താങ്കൾ? സ്ക്രിപ്റ്റ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ ഇറക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. ഇത്ര ബഡ്ജറ്റിൽ കളക്ഷൻ പൈസ കൊടുക്കണമെന്നൊരു വിലയില്ല. അല്ല, അതല്ലല്ലോ ഈ സാധനം. ഞങ്ങൾ സമരത്തിലേക്കാ. താങ്കൾ വായിച്ചിട്ട് ഇങ്ങനെ തോന്നുന്നു. നിങ്ങളാണ് റിവ്യൂ ഞാൻ പറഞ്ഞല്ലോ, കൺസെപ്റ്റ് ഒക്കെ ഉള്ള നമ്മൾ ഒരു റോം റോം കോം കോമഡി അങ്ങനെ. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ ആക്ടിങ്ങിൽ ഇത് വർക്കൗട്ട് ആവുന്നത്. ആക്ടിങ് അല്ല, കോമഡി വർക്കൗട്ട് ആവുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, നമുക്ക് ഇന്നത് എനിക്ക് വേറെ സജഷൻ കൂടെ ആഡ് ചെയ്യാം. ഷോർട്ട് മാത്രം പോയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളും പോകാം. അതാണോ ഈ സാധനം എനിക്ക് തോന്നാണല്ലോ ഫുൾ ഒറ്റ സെറ്റായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു. കാര്യം പടം തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ തുടങ്ങാനേ പറ്റുള്ളൂ. ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരത്തി ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്ററാണ് ഈ ക്യാരക്ടർ. ഓക്കെ, പ്ലസ് ജോലിയുണ്ട്. അതെങ്ങനെ കൺവേ ചെയ്യും? ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് സാധനം കട്ട് ചെയ്ത് വന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ 1-2 കാര്യങ്ങൾ. അപ്പൊ അതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്നും അങ്ങനത്തെ സാധനം കൺവേ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു വൈഡ് ഫ്രെയിമിൽ ഇവർ രണ്ടുപേരും ഇരിക്കണ പോലെ. രണ്ടാമത് പറഞ്ഞ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിന്റെ ഉള്ളിൽ തീർക്കണ്ടേ? 2 മിനിറ്റ് മേളിൽ പോകാൻ പാടില്ലല്ലോ. അപ്പൊ 2 മിനിറ്റിന്റെ അല്ല, ഞാനൊരു ഇതിന് വേണ്ടി എടുത്ത് വെക്കാന്ന് ഒരു അത് സേഫ് എടുത്ത് വെച്ചാലും, പക്ഷെ അല്ലെങ്കിൽ പിന്നെ അതിലൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. അത് എങ്ങനെ കാണിക്കാൻ പറ്റും? ഒന്നല്ലേ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. മെയിൻ പ്രശ്നം എന്താണ്, ഈ ഡയലോഗ്സിന്റെ ഇടയ്ക്കുള്ള പോസ് വരെ വെല്ലുവിളിയാണ്. പുള്ളിക്കാരത്തിന്റെ ഡ്രീം ഇങ്ങനെ പറയുന്നു. പുള്ളിക്കാരുടെ റൊമാൻറ്റിക് ആയിട്ട് പുള്ളിക്കാരത്തി ഇതിങ്ങനെ പറഞ്ഞ് റൊമാൻസ് ഇങ്ങനെ കയറി മൂർധന്യാവസ്ഥയിൽ എത്ര സമയത്ത് അവൻ അടിച്ച് താഴെ. പിന്നെയും ഇത് തന്നെയല്ലേ, പിന്നെ ഇവളിങ്ങനെ പറഞ്ഞ് കയറ്റി മോളിൽ ചെല്ലുമ്പോ പിന്നെ അടിച്ച് താഴെ അങ്ങോട്ട് തീരണം. അല്ലല്ല, സ്പേസേ ഉള്ളൂ. ഈ 2 ഡയലോഗ് എത്ര സമയം വേണോ? 2 മിനിറ്റ് വേണ്ടി വരുമോ? പക്ഷെ എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് കൂടുതൽ അത് കുറയ്ക്കുകയാണെങ്കിൽ ഇത് പിന്നെയും കയറ്റാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിനകത്ത് ഓൾറെഡി കാര്യത്തിലേക്ക് നോക്കിക്കാൻ സത്യം ഇത് ഓൾറെഡി ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് നമുക്ക് മാറി താമസിച്ചാലോ, അതിന് മുമ്പ് എന്തെങ്കിലും കുറച്ചും കൂടി ഡയലോഗ് എന്തെങ്കിലും ആഡ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ മറ്റേ ആ വിഷ്വൽസ്, അതായത് മറ്റേ ബീച്ചിന്റെ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുന്ന സാധനം, അതിൻ്റെ അകത്ത് ഇവള് ഇൻഫ്ലുവൻസർ ആണെന്നും ഇവള് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഫേമസ് ആവാൻ വേണ്ടി അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലോങ് ഷോട്ട് ആലോചിക്കും. ഇങ്ങനെ വെച്ചു, അവർ 2 ലോങ്ങിൽ നിന്ന് കാണിച്ചു, അതിനുശേഷം തുടങ്ങാം എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു കൊടുക്കുക. അത് ലോങ്ങിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് എടുക്കണം. ഞാൻ പറയട്ടെ എന്ന് വെച്ചാൽ ഇവള് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇവന് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവനെ മൊബൈൽ സെറ്റ് ചെയ്യുക, ഇങ്ങനെ ഇവർ എത്തി കഴിയുമ്പോൾ തുടങ്ങാം എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഫോട്ടോസ് എടുക്കുന്ന സാധനം ക്ലിക്സ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ബീച്ചാണ് കാണിക്കുന്നു, പെട്ടെന്ന് ഇവളെ കാണിക്കുന്നു, അപ്പൊ ഇവളുടെ വോയിസ് ഓവറിൽ എന്നാ ഇതിനെ എങ്ങനെ കളിച്ചാലും ഒരു ഇത്ര വ്യൂസ് കിട്ടണം എന്നുള്ള രീതിയിൽ മനസ്സിലായി. ചിലപ്പോൾ ഇവളുടെ മൈൻഡിൽ വന്ന സാധനമായിരിക്കാം, അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞ സാധനമായിരിക്കാം. മൈൻഡിലല്ല ഞാൻ പറയും, അതെന്ന് ചോദിച്ചു ഇവനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു സാധനം ഇവള് പറഞ്ഞിട്ട് വേണം അവനെ കൊണ്ട് എടുപ്പിക്കാൻ. ഇവന് താല്പര്യമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞേ, ഇവള് ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ്, ഇതിങ്ങനെ നോക്കണം കേട്ടോ, ഇതിങ്ങനെ ഒന്ന് നോക്കുമ്പോ കളർ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോ ഇവൻ ഒന്നും മിണ്ടാതെ മൊബൈലും പിടിച്ച് ഇങ്ങനെ നിക്കണ പോലെ. അത് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്നിട്ട് ക്ലിക്സിന്റെ സാധനം ഏത് ഈ ഡയലോഗിനൊന്നും ലിപ്പില്ല, ഇല്ല, ഫുള്ള് നറേഷൻ. അതാ ഞാൻ പറഞ്ഞത്, അതന്നെ ഞാൻ പറഞ്ഞേ. ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പൊ കട്ട്സിന്റെ സാധനം തന്നെ ഇട്ടോ, ഈ കട്ട്സിന് മുമ്പ് ഇവരെ കാണിക്കണ്ടോ? ഇപ്പൊ ഈ കട്ട് ഷോട്ട്സ് ഇടുന്നില്ലേ, അതിന് മുമ്പ് ഇവരെ കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും ഷോർട്ടായിട്ട്? മറ്റേ ക്ലോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഇത് കഴിഞ്ഞിട്ടാണോ? ഈ ഡയലോഗ് കഴിഞ്ഞിട്ടാണോ? അല്ലല്ലോ, അതിന് മുമ്പല്ലേ? അതിന് മുമ്പ് ഇപ്പൊ ക്ലോസ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു വൈബ്, ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈബ്, മറ്റേ മണ്ണിലിരിക്കുന്ന എല്ലാം കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. അവിടെയാണ് മറ്റേ ഡയലോഗ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുമ്പോഴേ ഡയലോഗ്സിലങ്ങ് തുടങ്ങാണ്. അതായത് അതെ കോൺട്രാക്ട് ഇത്തിരി കൂട്ടിക്കോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൊബൈൽ ഇങ്ങനെ പുള്ളിയൊന്നും മിണ്ടല്ല, ഇവളാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കട്ട് ഷോട്ട്സ് ചക്ക് 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 നിൽക്കുന്നത്. അതായത് ബീച്ചിന്റെ ഓരോ സാധനങ്ങളല്ല ഉദ്ദേശിച്ച് കാണിക്കാനായിട്ട്. ഓക്കെ, അത് ഇത് ഓക്കെ തുടങ്ങി ഇവിടെ ക്ലിക്സ് ആദ്യം കാണിച്ചു എന്ന് വിചാരിക്കും. ഫോട്ടോ എടുക്കും, ഇവിടെ പോസ്റ്റില് ഒരു 5 പടം ക്ലിപ്സ് അല്ല, വീഡിയോ ക്ലിപ്സ് ആയിട്ട് തന്നെ വീഡിയോ ഫോട്ടോസ് ആയിട്ട് കാണിക്കുന്നതിന് പകരം വീഡിയോ ക്ലിപ്സ് ആയിട്ട് തന്നെ. അയ്യോ അത് പറ്റില്ല, അതെങ്ങനെ കാണിക്കും? റീലായിട്ട് തന്നെ അത് ഭയങ്കര ഇതാവും. അതെങ്ങനെ റീലായിട്ട് കാണിക്കാൻ പറ്റണേ? ഷോർട്ട് ഇത് കട്ട്സ് അല്ലേ പോണേ, തിരിയണ സാധനം, പിന്നെ ഇങ്ങനെ മറ്റേ ഇതെടുത്ത് ഇങ്ങനെ കറക്കണ സാധനം,
പിന്നെ അതിനിടയ്ക്ക് മറ്റേ ഹീലായിരിക്കട്ടെ, ഹീല് മറ്റേ ഇതിലേക്ക് കുഴിഞ്ഞു പോണത്, അതിന്റെ കോഴ്സ് മനസ്സിലായി. പിന്നെ തെന്നി വീഴണ പോലത്തെ അങ്ങനെ എന്തെങ്കിലും, അങ്ങനത്തെ വർക്കാണ്. ശരി, ഓക്കെ. അങ്ങനെ എടുത്തു വിചാരിക്കും. അതിൻ്റെ ഇവനെ കാണിക്കണം, ഇവന്റെ ലെൻസ്. ഇവൻ ആ സമയത്ത് മറ്റേ ഇത് കയറ്റി വെച്ചേക്കുക, കയറ്റി വെച്ചേക്കണം. ഇവൻ ചെരുപ്പൂരിട്ടേക്കണം, മനസ്സിലായി. അതുപോലത്തെ സാധനം. ശരി. ഇവന്റെ എന്തിനാ കാണിക്കണം? രണ്ടുപേരുടെ ക്യാരക്ടർ അവിടെ ഡിഫൈൻ ചെയ്യുക. ഇവളുടെ ഈ ചക്കന്ന് പോകുന്ന അത് ഇവക്ക് കൊടുത്തിട്ട് ഇവനൊരു ശാന്തമായിട്ടുള്ള ഒരു 3 സെക്കൻഡ് ഫ്രെയിം കൊടുക്കണല്ലേ നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കണം. അല്ല, ഇത് രണ്ടും മിക്സ് ആയിട്ട് പോകണം. പക്ഷെ ഞാൻ അതാ പറഞ്ഞത്, ഈ രണ്ടുപേർക്കും കട്ട് ഷോട്ട് കൊടുക്കണതിനും നല്ലത് ഇവളുടെ ഈ കട്ട് ഷോട്ട് കൊടുക്കണം വെച്ചാൽ ഇവൾ ആ ലൈഫാണ് ജീവിക്കുന്നത്. അപ്പൊ ഇവൾക്ക് ഷോർട്സ്, ഒരു കട്ട് ഷോർട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മാറി മറിഞ്ഞു വരുന്ന ഇൻസ്റ്റാഗ്രാം സാധനങ്ങൾ, അതാണ് പുള്ളിക്കാരുടെ ലോകം. ഇവന്റെ കുറച്ചും കൂടി ഒരു ആ ഫ്രെയിം തന്നെ ഒന്ന് മാറ്റുകയാണെങ്കിൽ ഇവനെ കാണിക്കുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ പുള്ളി സ്റ്റഡിയാണെന്ന് കാണിക്കണ പോലത്തെ ഒരു ഫ്രെയിം കൊടുക്കുവാണെങ്കിൽ രണ്ടുപേരും പെട്ടെന്ന് മാറ്റി കിട്ടും. എന്നുവെച്ചാൽ തുടക്കം, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ക്യാരക്ടേഴ്സ് കിട്ടും ഇവരുടെ രണ്ടുപേരുടെ സാധനം. ഈ പറഞ്ഞ ഇവളുടെ പോസ്റ്റ് ഇതൊക്കെ കോമഡി ഞാൻ ഉദ്ദേശിച്ച ഒന്നല്ലെങ്കിൽ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. കോമഡി ഡയലോഗിലല്ല പറയുന്നത്, കോമഡി ആ സിറ്റുവേഷൻ കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യണം.